യോഗം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം 1 മിനിറ്റ് മൗന പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ബാലചന്ദ്രൻ സാർ, BS ജയമോഹൻ സാർ, മഞ്ജു മാഡം, ഐശ്വനിസ ടീച്ചർ, ചന്ദ്രമോഹൻ സാർ, ജയ മാഡം, BSSലെ എൻ്റെ കർമ്മധീരരായ മറ്റെല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. ഭാരത് സേവക് സമാജ് എന്നൊരു പുതിയ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഭാരത് സേവക് സമാജും ബന്ധുജന ശബ്ദവും എന്നതാണ് നാമധേയം. ബഹുമാനപ്പെട്ട ബാലേന്ദ്ര സാറിൻ്റെ മനസ്സിൽ ഉദിച്ച പുതിയൊരാശയമാണ് ഭാരത് സേവക് സമാജും ബന്ധുജന ശബ്ദം എന്ന ഈ പുതിയ പ്രോഗ്രാം. ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ അവരവരുടെ ബന്ധുജനങ്ങളാൽ വിലയിരുത്തപ്പെടുന്ന പുതുമയാർന്ന ഒരു പരിപാടിയാണിത്. ഭാരത് സേവക് സമാജ് എൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 73 വർഷങ്ങൾ പിന്നിടുവാൻ പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ 35 വർഷങ്ങളും 32 വർഷങ്ങളും 20ഉം 25ഉം 15ഉം വർഷങ്ങൾ പിന്നിട്ട ധാരാളം പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കെല്ലാം ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭാവനകളാണ് ഭാരത് സേവക് സമാജിന് വേണ്ടി ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത് എന്നും അതുപോലെ ഈ സേവനങ്ങൾ കൊണ്ട് അവരുടെ ബന്ധുജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും കോട്ടങ്ങളുണ്ടെങ്കിൽ അതും ഈ പ്രോഗ്രാമിൽ വിലയിരുത്തപ്പെടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ പുതിയ ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഈ പ്രോഗ്രാമിലൂടെ ബന്ധുജനങ്ങളാൽ ഈ പ്രോഗ്രാം വിലയിരുത്തപ്പെടുന്നതാണ്. നമ്മളുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ബന്ധുജനങ്ങൾക്ക് എന്തെല്ലാം സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു പുതുമയാർന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് ഈ പ്രോഗ്രാമിന് ആശയത്തിന് ഊന്നൽ നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട ബാലേന്ദ്ര സാറിന് ആദ്യമേ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് BSSലെ 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നമ്മുടെ പ്രോഗ്രാം ഓഫീസറായ ശ്രീമതി ഐശ്വനിസ ടീച്ചറാണ്. ടീച്ചറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് BSSൻ്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവറുകളാണ്. മാഡത്തിനും ഞാൻ ഭാരത് സേവക് സമാജിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ബാലേന്ദ്ര സാറിൻ്റെ പ്രിയ സഹോദരനായ BS ജയമോഹൻ സാറാണ്. അദ്ദേഹം വട്ടിയൂർക്കാവ് കോൺഗ്രസിൻ്റെ വട്ടിയൂർക്കാവ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. മതസംഘടനയായാലും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിലായാലും സാമൂഹ്യ പ്രവർത്തനമായാലും ഏത് കാര്യത്തിലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഭാരത് സേവക് സമാജിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഭാരത് സേവക് സമാജിലെ എൻ്റെ കർമ്മധീരരായ എല്ലാ സഹപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗം നടത്താനായിട്ട് ശ്രീമതി ഐശ്വനിസ ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫീസർ മഞ്ജു, അസിസ്റ്റന്റ് ഡയറക്ടർ സിന്ധു, BS ജയമോഹൻ സാർ, ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ BS ബാലേന്ദ്രൻ സാർ, വേദിയിലിരിക്കും സഹപ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ അവരുടെ ബന്ധുജനങ്ങളാൽ വിലയിരുത്തപ്പെടുന്ന ഒരു പുതുമയാർന്ന പരിപാടിയാണിത്. സമൂഹ വികസന പ്രസ്ഥാനം എന്ന നിലയിൽ ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നാം ഓരോരുത്തരും ഏതെല്ലാം വിധത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവാണ്. ഇതൊരു കുടുംബ കൂട്ടായ്മയായി പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ പരസ്പരം മനസ്സിലാക്കുവാനും പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനും വഴി ഒരുക്കുന്നതാണ് ഇത്. ഇതുകൊണ്ട് ഈ പരിപാടിയുടെ തുടക്കം, ഞാൻ ഭാരത് സേവക് സമാജിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 37 വർഷമായി. ഓരോ പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു നല്ല കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഇതൊരു നല്ല കാര്യമാണ്. കുടുംബമെന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, മക്കൾ, ചെറുമക്കൾ മുതലായവയാണ്. ഇതൊരു ചെറിയ കുടുംബമാണ്. വലിയ കുടുംബമെന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, അമ്മുമ്മ,
അപ്പൂപ്പൻ, അമ്മാമൻ, മാമിമാരും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും അവരുടെ ബന്ധുമിത്രാദികളും ഇതൊക്കെ ഒരു വലിയ കുടുംബങ്ങളാണ്. ഇതിൽ ഒത്തൊരുമ ഉണ്ടെങ്കിൽ പണമുള്ളവരെന്നോ പണമില്ലാത്തവരെന്നോ നോക്കാതെ സഹകരിക്കുന്ന കുടുംബങ്ങളാണ് ഏറ്റവും നല്ല കുടുംബമായി കണക്കാക്കുന്നത്. അച്ഛനും അമ്മയും മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും ദൈവികമായി വളർത്തുകയും നേർവഴിയോടെ നല്ലത് എന്ത് പന്നലെന്ത് കാട്ടിക്കൊടുത്ത് കുട്ടികളെ നേർവഴി കാട്ടിക്കൊടുക്കുന്നത് അവരാണ് ചെയ്യേണ്ടത്. അച്ഛനും അമ്മയുടെയും കഴിവനുസരിച്ച് കുട്ടികളെ വിദ്യാഭ്യാസം അവരുടെ എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്നവരായിരിക്കണം. അച്ഛനും അമ്മയ്ക്കും ഒത്തൊരുമയും സ്നേഹവും ഉണ്ടായാലേ കുട്ടികൾ അത് കണ്ടു പഠിക്കുകയുള്ളൂ. കൂടാതെ ഒരു വീട്ടിൽ എല്ലാവരും ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും മറ്റും വേണം. കഴിവും മനസ്സുമുണ്ടെങ്കിൽ സാമ്പത്തികമില്ലാത്തവർക്ക് സഹായിക്കുകയും ചെയ്യണം. മറ്റുള്ളവരെ ആരെയും ഉപദ്രവിക്കാതിരിക്കുകയും പെരുമാറുന്നതാണ് നല്ലത്. നമ്മൾ ഒരുത്തരോടും പിണങ്ങിയിരിക്കരുത്. ചില കുടുംബക്കാർ വർഷത്തിൽ ഒരു ദിവസം ഒരു സ്ഥലം കണ്ടു തിട്ടപ്പെടുത്തി അതിലെല്ലാ കുടുംബങ്ങളും ഒത്തുചേരുകയും കഴിവില്ലാത്ത പാവങ്ങളെ സഹായിക്കുകയും എല്ലാവരും ചേർന്ന് ചിലരെ ഹജ്ജ്, ഉംറ എന്ന പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇസ്ലാമിൻ്റെ രീതിയാണിത്. ഒരാൾ എത്ര രൂപയുണ്ടാക്കുന്നോ അതിൻ്റെ ഒരു അംശം പാവങ്ങൾക്ക് ദാനം കൊടുക്കണമെന്നാണ്. ഒരാളുടെ പക്കൽ 10 പവൻ കൂടുതൽ സ്വർണമുണ്ടെങ്കിലും അതിലും ഒരു അംശം ദാനം കൊടുക്കണം. കഴിവുള്ള എല്ലാ മനുഷ്യനും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മരിച്ചിട്ട് ചെന്നിട്ട് നന്മയും തിന്മയും ഒരു ത്രാസിൽ തൂക്കും. അപ്പോൾ തിന്മയുടെ ത്രാസ് പൊങ്ങി നിൽക്കും. അതിനാണ് ദാനധർമ്മം ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. ലോകത്തെ ദൈവം സൃഷ്ടിച്ചവരെല്ലാം നമ്മുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്നവരാണ്. അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുകയും കഴിയുമെങ്കിൽ അവരെ സഹായിക്കുകയും ഉപദ്രവിക്കാതിരിക്കുകയും ദൈവം ഓരോരുത്തർക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോ നല്ല കാര്യം ചെയ്യാനാണ്. ഞാൻ BSSൽ വന്നതിന് ശേഷം ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വിധം സഹായിച്ചിട്ടുമുണ്ട്. എനിക്ക് അറിയാവുന്ന അറിവ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ കുടുംബത്തിലുള്ളവർ അത് അവർ തന്നെയാണ് പറയേണ്ടത്. ഓരോരുത്തരുടെയും നന്മയും തിന്മയും ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഭാരത് സേവ സമാജിൻ്റെ ഈ കൂട്ടായ്മ നല്ലതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കായി ബഹുമാനിയായ മഞ്ജു ടീച്ചറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട PS ബാലേന്ദ്ര സാർ, ഇന്നത്തെ പുതിയ BSSൻ്റെ പുതിയ പരിപാടിയായ ബഹുജന ശബ്ദം, ഭാരത് സേവ സമാജ് ബഹുജന ശബ്ദം എന്ന ഈ പുതുമയാർന്ന പരിപാടി ബന്ധുജന ശബ്ദം ഈ പരിപാടിയിലേക്ക് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഐഷ്ണിഷ ടീച്ചറിനും ഇന്നത്തെ വിശിഷ്ട അതിഥി BS ജയമോഹൻ, സ്വാഗതം ആശംസിച്ച സിന്ധു, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഇതൊരു പുതുമയാർന്ന പരിപാടിയാണ്. എന്തുകൊണ്ടും പുതുമയാർന്ന പരിപാടിയാണ്. കാരണം നമ്മൾ ഒരു ഞാൻ എന്തായാലും 32 വർഷമായി BSSൽ ജോലി ചെയ്യുകയാണ്. ഞാനിവിടെ ശരിക്കും ടൈപ്പ് ചെയ്യാനാണ് വന്നത്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പടിപടിയായിട്ട് ഉയർന്ന് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒരു ഉന്നത തലത്തിൽ തന്നെ എത്തി നിൽക്കുകയാണ്. എൻ്റെ ജീവിതം തന്നെ ശരിക്കും BSS ആണ്. BSSൽ നിന്നുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടായ ഇതിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഈ 32 വർഷമായി ഇവിടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ നടപ്പിൽ നമ്മൾ സംസ്കാര ഭാരതം എന്ന് പറഞ്ഞ ഇതിൽ ഗാന സദസ്സ്, കാവ്യ സദസ്സ്, ഓണർ പരിപാടി, ഇങ്ങനെ ഒരുപാട് അതിന് പിന്നെ സത്വാന ട്രസ്റ്റിൻ്റെ കീഴിൽ നമ്മളിപ്പോൾ ഏതാണ്ട് 500ഓളം ബുക്കുകൾ പ്രിൻ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ ഒരുപാട് വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ ഒരുപാട് പുതിയ പരിപാടികൾ നമ്മൾ ഇത്രയും വർഷമായി ഇതിൻ്റെ ബേസ് തൊട്ട് ഞാൻ കണ്ടു തുടങ്ങിയതാണ്.
അതിൽ നിന്ന് സാറിന് പലപ്പോഴും പുതിയ ആശയങ്ങൾ വരികയും ആ ആശയങ്ങളെല്ലാം നമ്മളോട് ചർച്ച ചെയ്യുകയും അതെല്ലാം ഓരോരോ പ്രോഗ്രാമായിട്ട് ഇവിടെ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായ ആദ്യം ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു MFG ഗ്രൂപ്പാണ്, മെമ്പർ ഫാമിലി ഗ്രൂപ്പ്. ആദ്യം കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണേയും അതിൽ നല്ല കുടുംബങ്ങൾ ഉണ്ടാകണമെന്നും അതിൽ കുറേ നല്ല ആശയങ്ങൾ ഉണ്ടാകണമെന്ന് തുടങ്ങി വെച്ച ആ ഒരു മെമ്പർ ഫാമിലി ഗ്രൂപ്പിൽ നിന്നാണെന്ന് തോന്നുന്നു സാറിന് ഈ ഒരു ആ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ഗ്രൂപ്പിൽ നിന്നും നമ്മളെ ബന്ധുക്കൾ എന്താണ് ഈ നമ്മളല്ലെങ്കിൽ നമ്മൾ BSSൽ വർക്ക് ചെയ്തപ്പോൾ ബന്ധുക്കൾക്ക് എന്തുണ്ടായി, അല്ലെങ്കിൽ നമ്മളെ കൂടെ താമസിക്കുന്നവർക്ക്, നമ്മളെ ഭർത്താവാവാം, മക്കളാവാം, അല്ലെങ്കിൽ സഹോദരന്മാർ, അച്ഛൻ, അമ്മമ്മ, ഇവർക്കെല്ലാം നമ്മളിൽ നിന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടിയോ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളിവിടെ വർക്ക് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? പക്ഷേ ഞാൻ പറയുന്നു, എൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് BSS വഴി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടുകാർക്കും നമ്മളുമായിട്ട് സഹകരിച്ച് നിൽക്കുന്നവർക്കും എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ചും BSSനെ കുറിച്ചും ഒക്കെ പറയാനുണ്ടാകും. എന്തായാലും ഈ ഒരു നല്ല പരിപാടിയാണ്. നമുക്ക് എല്ലാവർക്കും കൂട്ടായി ചേർന്ന് ഈ പരിപാടി പൂർണ്ണമായും വിജയിപ്പിക്കാം. ഔദ്യോഗികമായി ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് BS ചന്ദ്രമോഹൻ സാറിനെ BS ജയമോഹൻ സാറിനെ ഈ പരിപാടിയിലെ ആദ്യത്തെ വിശിഷ്ട അതിഥിയായി ക്ഷണിച്ചുകൊണ്ട് ഈ ബന്ധുജന ശബ്ദം എന്ന പരിപാടിയിൽ സംസാരിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയരെ, എനിക്കിവിടെ ഇന്ന് സംസാരിക്കാൻ അവസരം ഒരുക്കിത്തന്ന എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ ബന്ധുമിത്രാദികളോടും ആദ്യം നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പൊതു പ്രവർത്തന ജീവിതം തുടങ്ങുന്നത് SNDP വാമനപുരം SNDP ശാഖയിൽ നിന്നാണ്. അതായത് ഇരുളൂർ ശാഖ, വാമന യൂണിയൻ്റെ കീഴിലുള്ള ഇരുളൂർ ശാഖ SNDP. അതിൽ നിന്ന് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോഴും 5 കൊല്ലം ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ, ഇരുളൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ കൺവീനറായിരുന്നു. അതിലിപ്പോഴും പ്രവർത്തനങ്ങൾ നടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് താമസമായതിന് ശേഷം ഇവിടെ വട്ടൂർക്കാവില ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വട്ടൂർക്കാവില ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റു. അതിൻ്റെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് BS ബാലേന്ദ്ര സാറാണ്. ഈ നിലയിലെത്തിച്ചതും ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചതും എല്ലാം ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാ കാര്യത്തിനും ഏത് കാര്യമുണ്ടെങ്കിലും എന്നെ മുൻപന്തിയിൽ നിർത്തുകയും ഏത് കാര്യം അത് വിളിച്ചു പറയുകയും എല്ലാ കാര്യത്തിനും എന്നെ മുന്നോട്ട് ചേർത്ത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെല്ലാം ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും മുൻകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ BSSൻ്റെ ആദ്യകാലം മുതൽ ഞാൻ പ്രവർത്തനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ആദ്യകാലം, അതായത് ഈ BSS തുടങ്ങിയ കാലം മുതൽ ഇതിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അയൽക്കൂട്ടങ്ങളിൽ തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പല പ്രവർത്തനങ്ങളും ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിൽ കൂടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതലും സഹായിച്ചിട്ടുള്ളതും ഈ നിലയിൽ എത്തിപ്പെടാൻ സാധിച്ചതും അതായത് BS ബാലേന്ദ്രൻ തന്നെയാണ്, സാർ തന്നെയാണ്. അല്ലെന്ന് ഒരിക്കലും എനിക്കോ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്കോ പറയാൻ പറ്റും. പിന്നെ അതിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം, ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ഞാനൊരു വലിയ പ്രസംഗത്തിനോട്ട് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് പ്രസംഗിക്കാൻ വളരെ താല്പര്യം കുറവാണ്, അതിനുള്ള ശേഷിയുമില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയൊരു പ്രസംഗക്കാരനാണെന്ന്, അതൊന്നുമല്ല. പിന്നെ ഒരു പരുവത്തിന് അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. കാര്യങ്ങൾ പറയുന്നു, അത് എന്നിൽ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. പിന്നെ വട്ടൂർക്കാവിൽ ഇത്രയും നാൾ പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം, നന്ദി.
നമ്മുടെ വിശിഷ്ട വ്യക്തി ശ്രീ ജയമോഹൻ സാറിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം. ജയമോഹൻ സാറിനെ ബാലേന്ദ്ര സാറിൻ്റെ അനിയനാണ് എന്നുള്ളത് സാർ നമ്മുടെ അടുത്ത് വരുന്ന സംസാരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അന്ന് സ്വയം സഹായ സംഘത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ജയമോഹൻ സാറിനോട് ചോദിക്കാനുള്ളത്, സ്വയം സഹായ സംഘത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അനുഭവങ്ങൾ താങ്കൾക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ ഓരോ ഗ്രൂപ്പുകളിൽ പോകുമ്പോഴും ആ അനുഭവങ്ങളൊന്ന് ഇവരുമായിട്ട് പങ്കുവയ്ക്കണം. ഇവർക്കാർക്കും അതിൻ്റെ അനുഭവങ്ങളൊന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ ഒരു ബാങ്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആ ബാങ്കിൻ്റെ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഇത്രയോ നിലയിലെത്തിയത് എന്നുള്ള ഒരു അനുഭവം സാറിനുണ്ടല്ലോ, അതൊന്ന് അവരുമായിട്ട് പങ്കുവയ്ക്കും. സ്മിത ചോദിച്ച ചോദ്യം നല്ലതാണ്. അയൽക്കൂട്ടങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അവരുടെ നിലപാടും കാര്യങ്ങളും നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഒരു അയൽക്കൂട്ടം 10 പേരാണെങ്കിൽ ആ 10 പേരുടെ നിലപാടും കാര്യങ്ങളും നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ തിരിച്ചടയ്ക്കും, ഏത് രീതിയിൽ തിരിച്ചടയ്ക്കും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അവരുടെ സ്വഭാവങ്ങളോ എല്ലാ രീതിയും അവരുടെ ഓരോരുത്തരുടെ 10 പേരും 10 സ്വഭാവക്കാരായിരിക്കാം, ഒരാൾ മാത്രമല്ല. അതിൽ 10 പേരായിരിക്കും. ചിലപ്പോൾ ഒരാളുടെ എടുത്തിട്ട് 10 പേരുടെ 10 പേരും പൈസ എടുത്തിട്ട് ഒരാളായിരിക്കും പൈസ അടയ്ക്കേണ്ടി വരുന്നത്. അങ്ങനെ വരാൻ പാടില്ല. അതാണ് മിത ചോദിച്ചതിൻ്റെ ഒന്നാമത്തെ ഉത്തരം. കാരണം 10 പേരുണ്ടെങ്കിൽ 10 പേര് ഒരുമിച്ച് നിന്നാൽ മാത്രമേ അയൽക്കൂട്ടം മുന്നോട്ട് പോകാം. ഒരു അയൽക്കൂട്ടം മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാനും പറ്റും. ഇനി ആർക്കും വേറെ വല്ല സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. കേട്ടില്ല. രസകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അയൽക്കൂട്ടത്തിൽ ഈ പൂന്തറ ഉള്ള സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ അത്രയും ഈ മീൻ പിടിക്കുന്നവരാണ്. അതായത് അന്നത്തെ ജീവിത മാർഗങ്ങൾ തേടിയെത്തുന്നവരാണ്. ഓരോരുത്തരും അന്നത്തെ ജീവിത മാർഗങ്ങൾ. 1 രൂപ കിട്ടിയിരുന്നാൽ അവർ അതിനു വേണ്ടി മുടക്കുന്നവരാണ് അന്നും ഇന്നും ഉള്ളത്. അത് അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് പൈസ ചോദിക്കുമ്പോഴത്തേക്ക് അവർ വേറെ രീതിയിലാണ് സംഭാഷണങ്ങൾ നടത്തുന്നത്. അത് കേൾക്കാനും നല്ല രസമാണ്. പള്ളി വിളിക്കാം, വേറെ വല്ല ഭാഷകൾ വിളിക്കാം, അതെല്ലാം കേൾക്കാം. പക്ഷെ അതെല്ലാം കേട്ടും കൊണ്ട് തിരിച്ചു പോകുന്നതാണ് ഏറ്റവും ഉചിതമായത്. ഇപ്പോഴും പൂന്തറ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര രൂപ പൂന്തറ കൊടുത്തിരുന്നാലും ആ പൈസ പോക്ക് കേസാണ്, ആര് കൊടുത്തിരുന്നാലും. പിന്നെ വേറെ സംശയമുണ്ടോ? നമസ്കാരം. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, BSSന്റെ ഭാരത് സേവക് സമാജിന്റെ ചെയർമാനാണ് BS ബാലചന്ദ്രൻ സാർ. സാർ അദ്ദേഹത്തിന്റെ അനുജനാണ്. BSSന്റെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ സാറും സാറിന്റെ കുടുംബവും ഏറ്റവും കൂടുതൽ നിൽക്കുന്നവരാണ്. ഇപ്പൊ ചന്ദ്രമോഹൻ സാറായാലും നമ്മുടെ ഗോവ സാറായാലും മറ്റുള്ള കുടുംബത്തിലെ ഒത്തിരി പേര് നമ്മുടെ ഈ ഒരു BSS എന്നുള്ള സ്ഥാപനവുമായി മുന്നോട്ട് നിൽക്കുന്നവരാണ്. എനിക്ക് ചോദിക്കാനുള്ളത് അതല്ല, BSS എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ചെയർമാൻ അല്ലാതെ BS ബാലചന്ദ്രൻ സാറിന് ചെയർമാൻ അല്ല, ജ്യേഷ്ഠനാണ്. അങ്ങനെ അത്തരത്തിൽ ജ്യേഷ്ഠനായ BS ബാലചന്ദ്രനെ സാർ എങ്ങനെയാണ് കാണുന്നത്? BSSന്റെ പ്രവർത്തകനായിട്ടല്ല, BSSന്റെ പ്രവർത്തകനാണ്, ചെയർമാനാണ്. ഒരു സഹോദരനായ BS ബാലചന്ദ്രൻ എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. അത് തന്നെ മേഡം ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. എന്നെ മറുപടി ഞാൻ പറയാം. ഇരിക്കാതെ
പേരെന്തെന്ന് പറഞ്ഞ ആ സിന്ധു ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു. BS ബാലചന്ദ്രൻ എന്നുള്ള ഒരു വ്യക്തി BSSന്റെ ചെയർമാൻ സ്ഥാനമാണ് തന്നല്ലോ, മാറ്റമില്ല. ആ സ്ഥാനത്ത് നിന്ന് കാണുന്നത് വളരെ നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിനുപരി എന്നെ സംബന്ധിച്ച് കാണുന്നത് ഒരു രക്ഷകർത്താവ്, അതായത് ഞങ്ങളെ 7 പേരെയും കൈപിടിച്ചുയർത്തിയ ആളും അച്ഛൻ്റെ സ്ഥാനം മാത്രമാണ്. അച്ഛൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ചേട്ടന്. ഞങ്ങൾ 7 പേരെയും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി അനുഭവിക്കാൻ ഉള്ളത് എല്ലാം അത് ചേട്ടൻ്റെ കഴിവ് തന്നെയാണ്. ഇപ്പം ഞാൻ അനുഭവിച്ചത്, ഈ സ്ഥാനത്ത് നിൽക്കുന്നത്, ഇന്ന് ഞാൻ ഈ സ്ഥാനത്ത് വരാനുള്ളത് എല്ലാം ചേട്ടൻ്റെ കഴിവ് തന്നെയാണ്. പിന്നെ എൻ്റെ അനിയൻ BS ചന്ദ്രമോഹൻ എന്നെ വേണ്ട രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഏത് രീതിയിൽ എന്നൊക്കെ സാമ്പത്തികമായിട്ടാണ്, അതല്ല, ചിലപ്പോൾ മേളത് ചോദിച്ചിരിക്കുക, അതാണ് നേരത്തെ എടുത്തു പറഞ്ഞത്. അതല്ല, അല്ലാത്ത രീതിയിൽ എന്നെ പല രീതിയിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഞങ്ങളെ 7 പേരെയും, ഞങ്ങൾ 7 അംഗങ്ങളാണ്. എൻ്റെ അച്ഛൻ EK ഭാസ്കരൻ, എൻ്റെ അമ്മ BS ശ്രീദേവി, ഞങ്ങളെ 7 പേരുടെ കൈ പിടിച്ച് ഉയർത്തിയത് ചേട്ടൻ തന്നെയാണ്. ഈ കാണുന്ന നിലയിൽ ഇന്ന് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് എല്ലാം ചേട്ടൻ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ഈ സ്ഥാനത്ത് ഞാൻ വട്ടിയൂർക്കാവ് ബ്ലോക്ക് സെക്രട്ടറിയായിട്ട് ചാർജ് എടുത്തത് ചേട്ടൻ്റെ ഒറ്റ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. എന്നെ ആദ്യമായിട്ട് ഞാൻ പേരുകൂടെ താമസിക്കുമ്പോഴത്തേക്ക് വിളിച്ചു പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഈശ്വരനെ നിലനിർത്തി ഞാൻ പറയുകയാണ്. ഞാനത് വിശ്വസിച്ചില്ല. ചേട്ടൻ വിളിച്ച് പറയും രാത്രി 9-10 മണിക്ക്, 10 മണിക്ക് മുമ്പ് ഒരു 9:30 മണിയാണ് രാത്രി. അപ്പോഴാണ് വിളിച്ചു പറയുന്ന ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിട്ട് നിന്നെ നിയമിക്കാൻ പോകുന്നു. സത്യത്തിൽ ഞാനത് സ്വപ്നമായാണ് കരുതിയത്. പിന്നീടാണ് അറിഞ്ഞത് അത് യാഥാർത്ഥ്യമായി മാറിയത്. അതിൽ കുറേ പ്രശ്നത്തിലും കാര്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പല രീതിയിലും എന്നെ ചില ആൾക്കാർ വന്നിട്ടുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ കളയാം, അതെല്ലാം പോട്ടെ. തുമ്പിന് വേറെ വല്ലതും ചോദിക്കാനുണ്ടോ? ഇനി മറുപടി പറഞ്ഞു തരാം ഞാൻ. മറുപടി പറയാം. എന്നാ ഈ ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും വല്ല സംശയമോ കാര്യങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ചോദിക്കാം, അവർക്ക് മറുപടി തരാം. അതിൽ യാതൊരു മാറ്റമില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ സ്ഥാനത്ത് ഇന്ന് ഞാൻ നിൽക്കുന്നത് ചേട്ടൻ്റെ കഴിവ് തന്നെയാണ്. ഇന്ന് നിങ്ങളെ എല്ലാവരും കാണാൻ സാധിച്ചത് അതും ചേട്ടൻ്റെ കഴിവ് തന്നെയാണ്. ഞങ്ങളെ ഇന്നും കൈപിടിച്ച് ഉയർത്തിയതും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കൈപിടിച്ച് ഉയർത്തിയ ചേട്ടൻ തന്നെയാണ്. ഞങ്ങളെ 7 സഹോദരന്മാർ, എന്നൊക്കെ 7 സഹോദരന്മാർ 2 പെണ്ണുങ്ങളാണ്, ബാക്കി 5 ആണുങ്ങളാണ്. അത് ഒരാൾ ഇവിടെ ഇല്ല, ഒരാൾ കല്ലറ താമസിക്കുകയാണ്. BSSന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഞാനിവിടെ ആദ്യമായി ഫസ്റ്റിൽ വരുമ്പോഴത്തേക്ക് കുറ്റിമുല്ല, അതായത് പൂക്കൾ വിൽക്കുന്നത് അറിയാം, പൂക്കൾ കുറ്റിമുല്ല, അത് ഈ തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. തമിഴ്നാടിൻ്റെ ഏറ്റവും കൂടുതൽ, ഇവിടെ കേരളത്തിൽ കുറവാണ്. ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് പലർക്കും എന്നെ അറിഞ്ഞൂടാ, ഇരിക്കുന്ന പലർക്കും എന്നെ അറിഞ്ഞൂടാ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ അതിൽ നിന്ന് പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നു. പിന്നെ അതിനുശേഷം അയൽക്കൂട്ടത്തിൽ വന്നു.
ആൾക്കൂട്ടത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചു. അതിൽ വേണ്ട കാര്യങ്ങളിലേക്ക് കടന്നുപോയി. പിന്നെ കുറേ കാലം അറിയുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പല പരിപാടിക്കും നിന്നു. അസോള പരിപാടി നടത്തി. അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അസോള പരിപാടി കന്നാലിക്ക് കൊടുക്കുന്നത്. അത് 1 കിലോ 600 രൂപയാണ്. ഇപ്പോഴിവിടെ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഇല്ല. അത് കുറേ കാലം അത് നടത്തി. അതിനുശേഷം ഞാൻ ടിഷ്യൂ കൾച്ചർ ഒരുപാട് പരിപാടികൾ സംബന്ധിച്ച് ഒരുപാട് പരിപാടികൾ ഞാനതിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോഴും. പിന്നെ ഇവിടെ ഇരിക്കുന്നവർ ആർക്കെങ്കിലും എന്നെ അറിഞ്ഞുള്ളത്, എൻ്റെ പേര് BS ജയമോഹൻ. ഇപ്പോഴ് വട്ടിയൂർക്കാവിലെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. അതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 5 കൊല്ലം. ഈ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് മാറാതിരിക്കാം. 2 രീതിയിലും വരാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാനത് ഓർത്തില്ല. നമ്മുടെ പണ്ട് BSS തുടങ്ങിയ കാലം മുതൽ, അതിനുശേഷം ഇങ്ങോട്ട് വന്ന കാലം മുതൽ ഷീല ടീച്ചർ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ചേട്ടത്തി. മൺമറഞ്ഞു പോയ ആ ചേട്ടത്തി പല തൊഴിൽ സംരംഭമായി പല രീതിയിലും മുന്നോട്ട് പോകാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് എന്നെ ചേട്ടൻ നടത്തി. ധാരാളം പേർക്ക് ജോലി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. മൺമറഞ്ഞു പോയ ഷീല. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് ചേട്ടൻ വളരെ BSSൻ്റെ ധാരാളം പേർക്ക്, ഏത് മേഖലയിലായിരുന്നാലും ധാരാളം പേർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു. ഇനിയും ധാരാളം പേർക്ക് ജോലി കൊടുക്കാൻ ഈ സ്ഥാപനം കൊണ്ട് കഴിയട്ടെ, നിലനിൽക്കട്ടെ, ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജഗദീശന് നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ആർക്കെങ്കിലും ഇനി സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, സംശയം തീർത്തു തരാം. കേട്ടില്ല, ഉറച്ചു. കുടുംബം പറഞ്ഞു തരാം. നിർത്ത്. വേറെ നിന്നോളൂ. രഞ്ജിനി ചോദിച്ച ചോദ്യം എൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് രഞ്ജിനി ചോദിച്ചത്. എൻ്റെ കുടുംബത്തിലുള്ളത് എൻ്റെ ഭാര്യ, എൻ്റെ മകള്, എൻ്റെ മരുമോൻ. ഇപ്പം താമസിക്കുന്നത് വടേല അങ്ങ് പോണ്ട, കാനറ ബാങ്കിൻ്റെ താഴെ, അതിൻ്റെ വലസൈഡിൽ അങ്ങോട്ട് പോകണം. NV നഗർ എന്ന് പറയും. അവിടെ നിന്ന് 58 വീട്. എൻ്റെ ഭാര്യ RS മായ. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യം, അതായത് ആസ്ട്രോളജി. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ കൈനോട്ടമല്ല, കബഡി നിരത്ത്, അങ്ങനെയൊക്കെയുള്ള പല ജാതകം എഴുത്ത്, പല പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ. പിന്നെ മോള് ഐശ്വര്യമിത്ര, ഒരു മോളേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഈ മിത്ര എന്ന് പേരിട്ട എന്തിനാണ്? മിത്ര ഇവിടെയുള്ള പേരല്ല, അത് ഈ ഹൈദരാബാദ് വടക്കുള്ള പേരാണ്. അന്ന് എൻ്റെ ഭാര്യ ഇട്ട പേരാണ് ഐശ്വര്യമിത്ര. അത് സ്കൂളിൽ ചേർത്തപ്പോഴത്തേക്കും അവർ എന്നെ സംശയം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അവളിവിടെ ഇല്ല, അവൾ അമേരിക്കയിലാണ്, അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ മരുമോൻ സതീഷ്, അവൻ വെഞ്ഞാറുമുട്ടിലുള്ളതാണ്. അവൻ എഞ്ചിനീയറാണ്. അവനവിടെ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു, അറ്റ്ലാന്റിലാണ്. അവന് ഒരു ഫാമിലി, അവന് 2 മക്കളുണ്ട്, 2 പെൺമക്കൾ.
പെൺമക്കളുടെ പേര്, മൂത്തതിൻ്റെ പേര് അക്ഷിത സതീഷ്, രണ്ടാമത്തേതിൻ്റെ പേര് അക്ഷര സതീഷ്. മൂത്തത് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ കൊച്ച് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വലിയ വ്യത്യാസമൊന്നും. ഇനി എന്താ അറിയേണ്ടത്? ഇനിയല്ല അറിയണം. ചോദിക്കാം, സംശയം ചോദിക്കുന്നു. ചോദിക്കല്ല, കുഴപ്പമൊന്നുമില്ല. ഏത് സംശയം കൊണ്ടോ ചോദിക്കാം. ബിന്ദുവിന് സംശയമില്ല ഉണ്ടോ? ബിന്ദുവിന് സംശയമുണ്ടോ? ഡൗട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ ഇരിക്കുന്ന ആർക്കും സംശയമുണ്ടോ? ചോദിക്കാം. ഇതാണ് എൻ്റെ ഫാമിലി. പിന്നെ ഞാൻ ജനിച്ചത് സാധാ ഒരു കുടുംബത്തിൽ നിന്നാണ്. വലിയ ആഡംബരമായ കുടുംബമല്ല. ഒരു കല്ലറ, ഒരു ഗ്രാമപ്രദേശമാണ്. ഇരുളൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശമാണ്, ഗാവനപുരം പഞ്ചായത്ത്. അതുകൂടെ പറയാം. ഇന്ന് ഈ നിലയിലെത്തിയത് എല്ലാ ജഗദീശൻ്റെ കഴിവും ചേട്ടൻ്റെ കഴിവും കൊണ്ട് തന്നെയാണ് ഈ നിലയിൽ ഇന്ന് നിങ്ങളോടൊത്ത് സംസാരിക്കാനും കാണാനും നിങ്ങളെ ഒരുമിച്ച് കൂടാനും സഹായിച്ചത് ചേട്ടൻ തന്നെയാണ്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട് ചന്ദ്രമോഹൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. അപ്പോൾ ഇവിടെ ഒരു പുതിയ കാര്യം തുടങ്ങിയ എന്നാണ് എന്നോട് സിന്ധു വിളിച്ചു പറഞ്ഞത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം. BSSമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർ സ്വാഭാവികമായിട്ട് BSSനെ കുറിച്ച് ബന്ധുക്കളുമായിട്ട് പല കാര്യങ്ങളും പങ്കുവച്ച് കാണും. അപ്പോൾ അവർക്ക് BSSനെ കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ പല കാര്യങ്ങളും പറയാനുണ്ടാവും. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയാനുണ്ടാവും. അതുപോലെ ബന്ധുക്കൾ നമ്മുടെ ഈ സിസ്റ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു വെന്യൂവായിട്ട് ഇത് കേട്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. പക്ഷെ അതിനേക്കാളേറെ എനിക്ക് ഇന്ന് ഞാൻ വരാനുള്ള കാരണം ശ്രീ BS ജയമോഹൻ സംസാരിക്കുന്നു എന്നുള്ള ആ പോസ്റ്ററാണ്. അപ്പോൾ ബോവനെ ഞാൻ എനിക്ക് ഓർമ്മയുള്ളപ്പം മുതലേ ഞാൻ ബോവനെ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഒരേ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ആളുകളാണ്. ഇടയ്ക്ക് ബോവൻ എൻ്റെ മൂത്ത ക്ലാസ്സിലായിരുന്നു. പിന്നീട് ബോവനെ ഞാൻ ഒരുമിച്ച് പഠിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെയുള്ളൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ബോവൻ ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്ക് ശരിക്കും എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി മാൻ എന്ന് പറയാം. അതായത് ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാണ്. ആ ആൾക്കൂട്ടത്തിന് പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തും. ആ ആൾക്കൂട്ടം എങ്ങനെയെന്ന് വെച്ചാൽ പ്രായം കൊണ്ടാണ്. അപ്പം ഞാനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾ മിക്കവാറും ഒക്കെ എൻ്റെ സമപ്രായക്കാരായിരിക്കും. ബോവനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പ്രായമുള്ള ആളുകൾ. നമ്മളിപ്പോൾ ബോവൻ അന്ന് 10 വയസ്സാകുമ്പോൾ കൂടെയുള്ള ആളുകൾക്ക് 25 വയസ്സും 30 വയസ്സൊക്കെ ആയിരിക്കും. വലിയ ആളുകളുമായിട്ടായിരിക്കും ബോവൻ്റെ ഒരു കണക്ഷൻ. ബോവൻ എന്ന് ഞാൻ പറയുന്നത് BS ജയമോഹനെയാണ്. അപ്പോൾ ആ ഒരു ശൈലിയിൽ മുതിർന്ന ആളുകളുമായി ഇടപഴകാനുള്ള ഒരു ശേഷി അന്നേ ഉണ്ടെന്നാണ് അത് അർത്ഥമാക്കുന്നത്. ബോവൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ കൂട്ടുകാരായതുകൊണ്ട് ബോവൻ വലിയ കൂട്ടുകാരെ തേടി പിടിച്ചതാണെന്നൊന്നും പറയില്ല. എന്നാലും അങ്ങനെയായിരുന്നു. അത് ഞാൻ ആ 10 വയസ്സിൽ കണ്ട കാഴ്ച പിന്നീട് അങ്ങോട്ട് പോകുന്തോറും ഞങ്ങൾ ഈ പേരുക്കുടയിൽ നിന്ന് മിത്രമലേക്ക് താമസം മാറ്റി അവിടെ വരുമ്പോഴും ബോവൻ്റെ കൂട്ടുകാർ എന്ന് പറയുന്നത് ഇതേപോലെ വലിയ പ്രായമുള്ളവരാണ്. 50 വയസ്സ്, 60 വയസ്സ്, 40 വയസ്സ്, വലിയ പ്രായമുള്ള ആളുകളുമായിട്ട് ഒരു കമ്പനി. സ്വാഭാവികമായിട്ട് അന്ന് എനിക്ക് തോന്നിയിരുന്നു ബോവൻ ഇങ്ങനെ ഒരു ആളുകളുമായി മിങ്കിൾ ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടെന്ന് തോന്നിയിരുന്നു. പിന്നീട് എന്നെ ശരിക്കും ബോവൻ അതിശയപ്പെടുത്തിയത് ഞങ്ങളുടെ പ്രസ് നടക്കുന്ന സമയത്താണ്. നമുക്കൊരു പ്രിൻറ്റിങ് പ്രസ്സുണ്ട്. ആ പ്രിൻറ്റിങ് പ്രസ്സിൽ ഞങ്ങൾ എന്താ പറയുക, പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യും. പല പ്രിൻറ്റിങ് നടത്തുമ്പോൾ ഈ
അക്ഷരങ്ങൾ വായിക്കണമല്ലോ. ബോവൻ പഠിക്കാനൊക്കെ ലേശം സമയമെടുത്ത് പഠിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു പഠനത്തിലൂടെ അങ്ങ് വലിയ പഠിച്ചുകളെ അങ്ങനെയൊന്നുള്ള ഒരു ശൈലിയുള്ള ആളല്ലായിരുന്നു. അപ്പോൾ പക്ഷെ അവിടെ ആ പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ മോൻ നന്നായി വായിക്കുമായിരുന്നു. എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് അവിടെ വരുന്ന സാധനങ്ങളൊക്കെ വായിക്കാനുള്ള ഒരു ശേഷി ബോവൻ ആ പ്രിന്റിങ് പ്രസ്സിലൂടെ നേടി. അതൊരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സാധാരണഗതിയിൽ പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർന്നു പോകുന്ന ആളുകൾ അവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ് പതിവ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ബോവൻ അത് അക്ഷരങ്ങളും വാക്കുകളും കൂട്ടി ഒഴുക്കിയും കഥകളും ഒക്കെ വായിക്കാനും, അത് അന്ന് കാൻഫിഡ് ന്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ വരുത്തും, അതൊക്കെ നന്നായി വായിക്കുമായിരുന്നു. ഇഷ്ടംപോലെ വരും നമ്മുടെ പ്രിന്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. അതൊക്കെ വായിക്കാനും പ്രൂഫ് റീഡ് ചെയ്യുന്ന ശൈലിയിലേക്കൊക്കെ ബോവൻ വളർന്നിരുന്നു എന്നുള്ളത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതിനുശേഷം പിന്നീട് ഞാൻ ബോവനെ ഞെട്ടലൂടെ കാണുന്നത് ബോവൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ ആ സംഭവത്തിലാണ്. ഇരുളൂരത്തെ SNDP യോഗത്തിൻ്റെ സംഘങ്ങളുടെ ചുമതല വഹിക്കുന്ന ഒരാളായിട്ട് ശരിക്കും എനിക്കൊരു ഭയങ്കര അതിശയം തോന്നി ബോവന് ആ ശൈലിയിൽ. അപ്പോൾ 20 പേരൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ മീറ്റിങ്ങുകളിലൊക്കെ വളരെ മനോഹരം, നിങ്ങളോട് ഈ സംസാരിക്കുന്ന പോലെയല്ല, വളരെ സജീവമായിട്ട് എന്താ പറയുക സംസാരിക്കുന്ന, അതിൽ ഇടപഴകുന്ന, അവരെ നിയന്ത്രിക്കുന്ന, അവരെ നയിക്കുന്ന, അവർക്ക് പ്രചോദനം കൊടുക്കുന്ന, അവർക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശനോട് തർക്കിക്കുന്ന ആ ശൈലിയിലേക്കൊക്കെ ബോവൻ വളർന്നതും സംസാരിക്കുന്നതൊക്കെ എനിക്ക് ശരിക്കും സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഒരു 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 വളർച്ച ഞാനിങ്ങനെ നോക്കിക്കാണുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊച്ചുനാൾ മുതലേ ബോവനെ കണ്ടു തുടങ്ങുന്നതാണ്. അപ്പോൾ ബോവൻ്റെ ഓരോ വളർച്ചയും എന്നിലുണ്ടാക്കുന്ന ആ ഒരു സന്തോഷം, ആഹ്ലാദം, അത് പങ്കുവയ്ക്കാനായിട്ടാണ് സത്യത്തിൽ ഞാനിവിടെ കരുതിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പല 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 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം ഞാനൊരു ദിവസം സത്യത്തിൽ ഞെട്ടിപ്പോവുകയാണ്. വലിയൊരു കട്ട്, ഒരു എന്താ പറയുക ബോർഡ് പേരുക്കുടി ജംഗ്ഷനിൽ ഇരിക്കുകയാണ്. ബോവൻ്റെ പടമൊക്കെ വെച്ചിട്ട് ബോവൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആ ഭാഗം കാണിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ പറയട്ടെ, എൻ്റെ സങ്കല്പത്തിൽ അത്തരം ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ് പേരൂക്കട എന്ന് പറയുന്നത്. ആ പേരൂക്കടത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായി ബോവൻ്റെ പടം അടിച്ച് ഒരു ബോർഡ് ആ പേരൂക്കട ജംഗ്ഷനിൽ കാണാൻ എനിക്കൊരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നേയില്ല. അതിൽ ശരിക്കും എനിക്ക് സത്യത്തിൽ അഭിമാനം തോന്നുന്നുണ്ട്. ബോവൻ അതിൽ എത്താൻ കഴിഞ്ഞതിൽ ഇനിയും ഒരുപാട് ഉയർച്ചകൾ നേടാൻ കഴിയും. ഇന്ന് രാവിലെ ഞാൻ ബോവനെ കണ്ടിരുന്നു. ബോവനോട് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ബോവൻ ഞാൻ പറഞ്ഞു, ഇന്ന് ഇവിടെ വരുന്ന ദിവസമൊക്കെ പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ബോവൻ പറഞ്ഞു, ബോവൻ സമയത്തിലൊരു മാറ്റം ഈ നവംബർ 25 മുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിലെ മാറ്റം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഭാര്യ ജ്യോത്സ്യാണല്ലോ എന്നുള്ളതാണ്. നമ്മളങ്ങനെ പറയുമല്ലോ. ബോവൻ ആ ജ്യോത്സ്യത്തിലുള്ള വിശ്വാസമാണ് ആ പ്രകടിപ്പിച്ചത്. ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും കോൺഗ്രസ്സുകാർ സജീവമായിട്ട് ബോവനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എല്ലായിടത്തും ബോവനെ നിരസിക്കാൻ, ബോവനെ തള്ളിപ്പറയാൻ ശ്രമിച്ച കോൺഗ്രസ് ആളുകൾ പോലും ബോവനെ വിളിക്കുന്നുണ്ട്. എല്ലാം അവിടെ വരണം, ജയമോഹൻ അവിടെ വന്നിരിക്കണം, ബോവൻ ചെയ്യണം, നയിക്കണം, പോകണം. ഇന്ന് കളക്ടറേറ്റ് ഗവർണറുടെ മുന്നിൽ ഒരു വലിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പോകാൻ ബോവന് പറ്റിയില്ല. പോയോ? ഇന്ന് പോയില്ല. അപ്പോൾ അത് രാജ്ഭവന്റെ മുന്നിൽ ഒരു ധർണ നടത്തുമ്പോൾ അതിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ള ഒരു ശൈലിയിലേക്ക് ബോവൻ്റെ ആ ഒരു പൊതുജന പങ്കാളിത്തം മാറി എന്നുള്ളതാണ് നല്ല കാര്യം. പിന്നീട് എന്നെ ഇന്ന് ഞെട്ടിച്ചത് ബോവൻ ഇവിടുത്തെ സംഭാഷണമാണ്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു സാധാരണ സംഭാഷണം, അങ്ങനെയാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്. ഒരു ഒന്നും ഒളിച്ചു വെക്കാതെ വളരെ നിർമ്മലമായ ഭാഷയിൽ, വളരെ ശുദ്ധമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ ബോവൻ്റെ ആ ശൈലിയും നല്ലതാണ്. ബോവൻ അത് ഇനിയും തുടർന്നുകൊണ്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ഈ പരിപാടി എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെയൊക്കെ ബന്ധുക്കൾ BSSനെ കുറിച്ച് എന്ത് പറയുന്നുവെന്നും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എങ്ങനെ നോക്കിക്കാണുന്നതൊക്കെ അറിയാനുള്ള ഒരു അവസരമാണ്. അപ്പം നമ്മളുമായി ബന്ധപ്പെട്ട ഒരാളാണ് വന്നത്, നിങ്ങളുടെയൊക്കെ വരുമല്ലോ, നമുക്ക് സ്വാഭാവികമായിട്ടത് കാണാം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ടാവും തോന്നുന്നു. എന്തായാലും ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേർന്നു. ബോവൻ്റെ തുടർന്നുള്ള ലൈഫും കൂടുതൽ മെച്ചപ്പെടട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു. ബോവനെ ഞാൻ ഈ അടുത്ത കാലത്ത് പേരൂർക്കടയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് കടന്നു വന്നപ്പോൾ വളരെ ആശ്ചര്യപൂർവം നോക്കിക്കണ്ടിരുന്നു. പേരൂർക്കടയിൽ കോൺഗ്രസ് വളരെ മന്ദീഭവിച്ചിരുന്ന ഒരു സമയമായിരുന്നു. അവിടെ ഒരു പാർട്ടി ഓഫീസുണ്ട്. പാർട്ടി ഓഫീസിൽ ഒരു ഒഫീഷ്യൽ ലുക്ക് അല്ലാത്ത ഒരു അനോണിമസ് രീതിയിലുള്ള
ഒരു എന്താണ് ഒരു ഇൻട്രൊഡ്യൂഷൻ, ഒരു പോക്കുവരവും അത്തരം ഒരു നല്ല പിക്ചറായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണുന്നത് ബോബൻ ഓഫീസിൽ എപ്പോഴും ബോബൻ അവിടെ ഉണ്ട്. ബോബൻ വരുന്നു, ബോബനാണ് ഓഫീസ് കൺട്രോൾ ചെയ്യുന്നത്. വളരെ ഏത് സമയത്തും ബോബൻ അവിടെ കാണും. അവിടെയുള്ള പൊതുജനങ്ങളുമായിട്ട് ബോബൻ ഒരുപാട് സംവാദിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ കേസുകളായിരുന്നാലും അവിടെ സാമൂഹ്യപരമായിട്ടും ഒക്കെ എല്ലാ കാര്യങ്ങളിലൊക്കെ ബോബൻ ഇടപെടുന്നു. ഞാൻ ബോബനെ വളരെ ചെറുപ്പത്തിൽ വഴിയില താമസിക്കുമ്പോഴാണ്, ബോബൻ സ്കൂൾ കാലഘട്ടങ്ങളിലാണ് ബോബനെ കണ്ടിരുന്നത്. ബോബനും ചന്ദ്രമോഹൻ സാറും സ്കൂളിൽ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവരെ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ ഒരു അസാന്നിധ്യം പേരൂർക്കടയിലുണ്ടായി വളരെ വർഷങ്ങളോളം. അത് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളൊരു സമയമാണ് ബോബൻ്റെ രാഷ്ട്രീയത്തിലോ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു സജീവ സാന്നിധ്യം കണ്ടത്. ചെറുപ്പത്തിൽ ചെറിയ സ്കൂൾ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ അല്ലല്ലോ അപ്പോഴ്. വളരെ സജീവമായിട്ട് കോൺഗ്രസിലെ പ്രവർത്തകനായിരുന്നു, ആണ്, ഇപ്പോഴുമാണ്. പിന്നീട് ഒരു സമയം ബോബൻ്റെ വലിയ ഫ്ലക്സുകൾ ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് പലയിടത്തും പേരൂർക്കടയിലും കവടിയാറിലും ഒക്കെ വെച്ച്. ബോബൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇവിടെ ഇപ്പോൾ ചന്ദ്രമോഹൻ സാറ് പറഞ്ഞതുപോലെ ഒന്നും ഒളിച്ചു വയ്ക്കാറില്ല. ഏത് കാര്യവും വ്യക്തതയോടുകൂടി ശരിയായ കാര്യങ്ങൾ പറയും. അപ്പോൾ ഈ അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, വചനമുണ്ടല്ലോ. അപ്പോൾ അത് ബോബൻ അത് നോക്കാറില്ല. ബോബൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും. തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയും, ശരിയെ ശരിയെന്ന് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്തരം സ്വഭാവങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയത്തിനകത്ത് ഒരുപാട് ആദർശപൂർവമായ രാഷ്ട്രീയ സ്വഭാവങ്ങൾ ഇല്ല. അപ്പോൾ അവിടെ ബോബനും ചില വ്യക്തികളുമായിട്ട് ഒരു റിറ്റോർഷൻ നടക്കും. എന്തായാലും ബോബൻ ഇപ്പോൾ സജീവമായിട്ടും രാഷ്ട്രീയ രംഗത്തുണ്ട്. ഇവിടെ കുടുംബകാര്യങ്ങൾ സംസാരിക്കാനാണ് ബോബൻ വന്നിരുന്നത്. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ബോബൻ പറഞ്ഞതിലും അതിൽ നിന്ന് നമുക്കുമൊക്കെ കുറേ, ബോബനൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. ചന്ദ്രമോഹൻ സാറ് പറഞ്ഞതുപോലെ ഏത് കാര്യവും ഒരു ലീഡർ എന്നുള്ള നിലയ്ക്കൊരു കാര്യശേഷി, അത് നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. ആ കാര്യങ്ങൾ ചുമതലപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എനിക്ക് വളരെ ബോധ്യമുള്ളൊരു കാര്യം. എന്തായാലും BSSൻ്റെ നമ്മുടെ ഈ ബന്ധുജന സംഗമം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമ്മുടെ ബന്ധുക്കൾക്ക് BSSനെ കുറിച്ച് എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, BSSനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതും നമ്മളിലൂടെ അവർക്ക് എന്തൊക്കെ അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും പൊതുജന മധ്യത്തിൽ BSSനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുമൊക്കെ മനസ്സിലാക്കുവാൻ ഈ പ്രോഗ്രാം ഉപകാരപ്പെടും എന്നെനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്നുമില്ല, എൻ്റെ വാക്കുകൾ അവസാനം. ഞാൻ BSSൽ വന്നിട്ട് ഏകദേശം 30 വർഷം കഴിഞ്ഞു. 30 വർഷമായി തന്നെ ബോബനെ എനിക്കറിയാം. ബോബൻ ഈ പറഞ്ഞ പോലെ ബോബനിൽ ഞാൻ കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ബോബൻ ഒരിക്കലും ഒരു ഹിപ്പോക്രറ്റ് അല്ല. അത് 100% നമുക്ക് പറയാൻ പറ്റും. ഏത് കാര്യത്തെ പറ്റിയും ഇപ്പം ഞാനുമായിട്ട് എനിക്ക് തോന്നുന്നു ഓഫീസിൽ വരുമ്പം വളരെയധികം സംസാരിക്കുന്നത് ഞാനുമായിട്ടാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ബോബൻ ഇത് തിരക്കാണെങ്കിലും ആദ്യകാലങ്ങളിൽ വരുമ്പം വളരെ കാര്യമായി കുടുംബക്കാര്യമായാലും ഒഫീഷ്യലായിട്ടുള്ള കാര്യമായാലും അത് അങ്ങനെ ഏതും സമൂഹത്തിൽ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അപ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു ഹിപ്പോക്രിറ്റ് അല്ല. പിന്നെ അതുപോലെ ബാലേന്ദ്ര സാറിൻ്റെ അനിയനാണെന്ന രീതിയിൽ ഒരു എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ടുള്ള ഒരു ശ്രമം ബോബൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പം ഇപ്പോൾ ബോബൻ ഈ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്ന് ബോബൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു തണലിലാണ് നിൽക്കുന്നതെങ്കിലും ബോബൻ്റെ സ്വഭാവ ഗുണം കൊണ്ടും അതുപോലെ തന്നെ കാര്യശേഷി കൊണ്ടും ഒക്കെ കൂടി
കൂടെ അതും കൊണ്ടുകൂടെയാണ് ബോബൻ ഈ നിലയിലെത്തിയതെന്ന് നമുക്കറിയാം. ആദ്യകാലങ്ങളിലെ ബോബൻ അല്ല ഇപ്പോഴത്തെ ബോബൻ. ഈവൻ സംസാരത്തിലാണെങ്കിലും വേ ഓഫ് ഡ്രസ്സിങ്ങിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും എല്ലാം തന്നെ ബോബൻ വളരെയധികം മാറിയിട്ടുണ്ട്. അത് എനിക്ക് BSSൽ നിന്ന് ആർജിച്ച ഒരു ഗുണം തന്നെയാണ് എന്ന് നമുക്ക് ബോബനെ പറ്റി പറയാൻ പറ്റും. പിന്നെ ബോബൻ്റെ ഫാമിലി, ഇത്രയും ഭംഗിയായി ഒരു ഫാമിലി ബോബന് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ്. ഒരു മോളാണ്, മോളെ ഇത്ര നന്നായി വിവാഹം കഴിപ്പിച്ച് അയച്ചു, നല്ല നിലയിൽ അവരെത്തി. എപ്പോഴും ബോബൻ പറയായിരുന്നു മോളെ ഇവിടെ IAS അയക്കണമെന്നുള്ളതായിരുന്നു ബോബൻ്റെ ആഗ്രഹം, അതിനുവേണ്ടി ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെയുള്ളതായിരുന്നു. അപ്പോഴും എൻ്റെ അടുത്തൊന്നും പറയായിരുന്നു, വലിയ വലിയ പുസ്തകങ്ങൾ വരുത്തിയിട്ടുണ്ട്, അതെല്ലാം പഠിപ്പിക്കണം എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് പോവുകയും അങ്ങനെ ആ ലെവലിലേക്ക് കുട്ടി മാറുകയും എല്ലാം ചെയ്തത്. അപ്പം ഇന്ന് ബോബൻ എന്ന് പറയുമ്പോൾ വളരെ സക്സസ്ഫുള്ളായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് ആദ്യകാലം മുതൽ നോക്കിക്കാണുന്ന എനിക്ക് പറയാൻ പറ്റും. ഇപ്പം രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചു MLA ആകുന്ന ലക്ഷണം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് സീറ്റ് തന്നാൽ ഞാൻ മത്സരിക്കും, എൻ്റെ വീട്ടിൽ വന്ന് വോട്ട് ചോദിക്കും, തരുവോ തരത്തില്ല. അതാണ് ബോബൻ്റെ പ്രകൃതി. വീട്ടിൽ വന്ന് ഞാൻ വോട്ട് ചോദിക്കും, തരുവോ തരത്തില്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ആ രീതിയിലാണ് ബോബൻ്റെ സംസാരം എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരിക്കലും ഒരു ഇഷ്ടക്കേട് തോന്നാത്ത രീതിയിലുള്ള സംസാരമാണ് ബോബൻ്റെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സംസാരം എന്നുള്ളത്. അപ്പം അത് തന്നെയാണ് ബോബൻ്റെ വിജയം. പക്ഷേ കുറച്ചൊക്കെ അതുകൊണ്ട് തന്നെയാണ് ബോബൻ്റെ പ്രശ്നങ്ങളും എന്തെങ്കിലും അതിൽ നിന്ന് എതിർപ്പ് വന്നിട്ടുണ്ടെങ്കിലും അത് തന്നെയായിരിക്കാം എന്ന് തോന്നുന്നു. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു നല്ല ഭാവി ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ ഇപ്പം കുടുംബപരമായി ഒന്നും പറയേണ്ട, കുടുംബപരമായി ബോബൻ സെറ്റിൽഡാണ്. രാഷ്ട്രീയത്തിലും അതുപോലെ സാമൂഹ്യ പ്രവർത്തനത്തിലും ഇനിയും വളരെ കാലം കിടക്കുകയാണ്. ബോബൻ്റെ ഇടയ്ക്ക് അതും എൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു, കാലിലൊരു നീര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഒരു വയ്യാഴിക വന്നത്, അതെല്ലാം കവർ ചെയ്ത് അന്നൊക്കെ എൻ്റെ അടുത്ത് പറയായിരുന്നു ഞാൻ തട്ടിപ്പോത്തേ ഉള്ളൂ, താമസിയാതെ തട്ടിപ്പോ, ഇങ്ങനെയായിരുന്നു ഒന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും, അത്ര ഇതായിട്ട് ബോബൻ വന്ന് പറയുമായിരുന്നു. അപ്പം അതിൽ നിന്നെല്ലാം എല്ലാത്തിൽ നിന്നും ബോബൻ്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയായിരിക്കാം ബോബൻ എല്ലാത്തിൽ നിന്നും റിക്കവറായി ഇതേപോലെ ഒരു സേഫ് സോണിലെത്തി ബോബൻ ഇപ്പം രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ഒക്കെ തന്നെ മുൻപന്തിയിലേക്ക് വരുന്നത്. അതിനകത്ത് വേറൊരു കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറയുക, വന്ന വഴി ബോബൻ മറക്കുന്നില്ല. അതുപോലെ ബാലേന്ദ്ര സാറിൻ്റെ ഒരു തണൽ മറക്കുന്നില്ല. അങ്ങനെ ഒന്നും തന്നെ മറക്കുന്നില്ല. ഭാരതീയ സമാജ് നിന്നുണ്ടായിട്ടുള്ള ഗുണങ്ങൾ മറക്കുന്നില്ല. വ്യക്തിപരമായിട്ടുണ്ടായ ഗുണങ്ങൾ, സാമ്പത്തികമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വ്യക്തിപരമായിട്ട് വളരാനുണ്ടായ ഗുണങ്ങൾ മറക്കുന്നില്ല. അതെല്ലാം തന്നെയാണ് ബോബന് മുമ്പോട്ടുള്ള മുതൽക്കൂട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കിയുള്ള ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിലും നന്നായിട്ട് കാര്യങ്ങൾ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമതി ബിന്ദു രാജേന്ദ്രൻ. എല്ലാവർക്കും നമസ്കാരം. ബന്ധുജന ശബ്ദം എന്നാണ് പ്രോഗ്രാം. BSS എത്രത്തോളം സ്വാധീനം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയർമാൻ്റെ സഹോദരൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്ത് സ്വാധീനം ഉണ്ടായി, എന്താണ് ജീവിതത്തിലുണ്ടായ മാറ്റം, പിന്നെ അദ്ദേഹത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്കുണ്ടായത് എന്നൊക്കെയുള്ളതാണ് വിഷയം. അപ്പോൾ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാമെന്നുള്ള ഒരാളായതുകൊണ്ട് വ്യക്തമായി എനിക്കത് പറയാൻ സാധിക്കും. BS ബാലചന്ദ്രൻ സാർ അനിയന്മാരെ കാണുന്നത് മക്കളെ പോലെയാണെന്ന് എനിക്കറിയാം. എനിക്കിപ്പോഴും ഓർമ്മ ബോഞ്ചേട്ടൻ്റെ കാര്യത്തിൽ അങ്ങനെ, പക്ഷേ ന്യൂച്ചേട്ടൻ്റെ കാര്യത്തിൽ നല്ല ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്ത് ഈ പ്രസംഗം ഒക്കെ കോളേജിലോ സ്കൂളിലോ ഒക്കെ അവതരിപ്പിക്കാനായിട്ട് മുറ്റത്ത് നിർത്തി പ്രസംഗം പറയിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ശീലം ഇവരെ ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്വാധീനം ബോഞ്ചേട്ടിലും നന്നായിട്ടുണ്ട്. ക്യാരക്ടർ വൈസ് ആണെങ്കിലും കാലം കൊണ്ട് വന്ന മാറ്റം ഇപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. ചെറുപ്പത്തിലൊരു ശുണ്ഠിക്കാരനായിരുന്നു, ഇച്ചിരി കുസൃതി കൂടിയൊരു നേച്ചറായിരുന്നു. പക്ഷേ ഈ മാഡം പറഞ്ഞ പോലെയാണ്, ഹി ഈസ് നോട്ട് എ ഹിപ്പോക്രൈറ്റ്. ഒരിക്കലും ആരോടും അങ്ങനെ ഇതിൻ്റെ ഒരു അനാവശ്യം എടുക്കുന്ന ഒരു സ്വഭാവം ഇല്ല. സ്നേഹമാണ്, നല്ല സ്നേഹമായിട്ടുള്ള പെരുമാറ്റം. പക്ഷേ ഈ സംസാരം വളരെ ശുദ്ധമായ സംസാരം പലപ്പോഴും ഗുണത്തിനും എതിർപ്പിനും ഒക്കെ കാരണമായിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഒരു അധികാരം ഉള്ള ഒരു പൊസിഷൻ കിട്ടിയപ്പോൾ ആ പൊസിഷനൊത്ത് വളരാനും അതിനനുസരിച്ച് സംസാരിക്കുവാനും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുമുള്ള കെൽപ്പ് അത് പുള്ളിയിൽ അതുണ്ടാവും. അതിനുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സംസാരം ശൈലി ഇപ്പോഴാണ് ഞാനിങ്ങനെ മൈക്കിന് മുമ്പിൽ സംസാരിക്കുന്ന ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം പണ്ട് ഇവിടെ സ്മിത എന്നോട് പറഞ്ഞിട്ടുണ്ട്, വളരെ വിഷമഘട്ടങ്ങളിലെല്ലാം
എല്ലാവരും മാറി നിൽക്കുന്ന സ്ഥലത്ത് പോലും മുന്നേ നിന്ന് ചെയ്യാനുള്ള ഒരു ഭയങ്കര ധൈര്യം ബോബൻ ചേട്ടനുണ്ട്. അതുകൊണ്ടായിരിക്കാം സ്മിത പഴയ കാര്യങ്ങൾ പറയുന്നിടത്ത് പറഞ്ഞതെന്നും തോന്നുന്നു. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ സിറ്റുവേഷൻ അങ്ങനെ ഫേസ് ചെയ്യില്ല. അത് ജയമോഹൻ സാർ ആയതുകൊണ്ടാണ് അങ്ങനെയെന്ന് വളരെ ധൈര്യമുണ്ട്. വളരെ ധൈര്യമായിട്ട് ഒന്നും ഓട്ടം ഇല്ല. ആൾ മുമ്പിൽ തന്നെ നിൽക്കും, എന്തിനാണേലും മുന്നേ നിൽക്കും, അത്രയും ധൈര്യമുണ്ട്. അത് ഒരു പൊതുപ്രവർത്തകന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. സംസാരം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ശീലിച്ച് മാറ്റാവുന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു ധൈര്യവും മറ്റുള്ളവരുടെ ഇത് കേൾക്കാനും, പിന്നെ നുചേട്ടൻ പറഞ്ഞ കാര്യം നമ്മളെക്കാളും പ്രായം കൂടിയവരും കുറഞ്ഞവരുമായിട്ടൊക്കെ സംസാരിക്കാനും ഇടപഴകാനും, അപ്പോൾ അതും ഒരു പൊതുപ്രവർത്തകൻ. അപ്പോൾ അത് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ബാലചന്ദ്രൻ സാർ ഇദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്നുള്ളൊരു തീരുമാനം. അദ്ദേഹം അവിടെയും വഴികാട്ടിയായി നിന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ തലത്തിലും ബി എസ് ബാലചന്ദ്രൻ്റെ സ്വാധീനം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇവരുടെ എല്ലാം ജീവിതത്തിലൊരു വഴികാട്ടിയായതും തെറ്റിപ്പോകാതെ എല്ലായിടവും കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് ചെയ്തത് അദ്ദേഹം തന്നെയാണ്. അത് നമുക്ക് വ്യക്തമായിട്ടും ഫാമിലിക്കകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എൻറ്റയർ ഒരു ഗ്രൂപ്പ്, ആ ഫാമിലി മൊത്തം, ആ ഫാമിലി എന്നല്ല നമ്മുടെ എൻറ്റയർ ഫാമിലി അങ്ങനെയാണ്. എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്വാധീനം ഇദ്ദേഹത്തിലും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് ആ സംസാരത്തിലും പെരുമാറ്റത്തിലും പല പ്രവർത്തനങ്ങളിലും വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ മാറ്റത്തിനും കാരണം. അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ എൻ്റെയും എല്ലാവരുടെയും ബന്ധുക്കൾ ഇവിടെ വന്ന് നമ്മൾക്ക് ഇതുപോലെ സംവദിക്കാനുള്ളൊരു അവസരം, അത് നന്നായിരിക്കും എന്ന് തന്നെ ഇപ്പോൾ തോന്നുന്നു. ആദ്യം കേട്ടപ്പോൾ ഒരു ഭയം എന്തായിരുന്നു എന്ന്, പക്ഷേ ഇപ്പോൾ അത് തോന്നുന്നു അത് നന്നായിട്ടുണ്ട്. നല്ല കാര്യങ്ങളും മോശകാര്യങ്ങളും തിരുത്താനുള്ളതും എല്ലാം ഇതിലൂടെ സാധിക്കും. എല്ലാവിധ ആശംസകളും. നന്ദി. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട ബാലേന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പദവില്ലാതെ സിന്ധു സുരേഷയുടെ ഇപ്പുണ്ട്. BSF ബന്ധുജന ശബ്ദം ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തിവിടെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന ഒരു പ്രധാന ആശയമെന്ന് പറയുന്നത് BSF ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ്. ദേശീയ വികസനത്തിനായി രൂപം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനം. അപ്പോൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ഫുൾ ടൈം പ്രവർത്തകരുണ്ട്, പാർട്ട് ടൈം പ്രവർത്തകരുണ്ട്, നിരവധിയായ ആളുകളുണ്ട്. അപ്പം നമ്മുടെ ഈ പ്രവർത്തനം സമൂഹത്തിൽ നമ്മൾ മാറ്റമുണ്ടാക്കണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പ്രസംഗിക്കുന്നവരും കാര്യം നടത്തുന്നവരൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ നാം നിർവഹിക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന ബന്ധുജനങ്ങളിൽ നമ്മുടെ ഈ പ്രവർത്തനം വഴി എന്തെങ്കിലും മാറ്റം, എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടിയാണ് BSF ബന്ധുജന ശബ്ദം എന്ന ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. കാരണം അധ്യക്ഷ ഇവിടെ വായിച്ചപ്പോൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചാണ് അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ചത്. അപ്പം നമ്മുടെ സ്വാധീന മേഖല നമ്മുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളുമായി എത്ര കണ്ട് ഉണ്ടായിരിക്കുന്നു എന്ന് ആ ആളുകൾ പറഞ്ഞറിയുക എന്നുള്ളതാണ്. നമ്മിങ്ങനെ ധാരാളം കാര്യങ്ങൾ നാട്ടിൽ നടക്കേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ മാറ്റത്തിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ നിത്യജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന നിരന്തരമായി ഇടപെടുന്ന ആളുകളുമായി നാം എങ്ങനെ ആശയവിനിമയം നടത്തുന്നു, അവർ നമ്മളുടെ പ്രവർത്തനങ്ങളുമായി ഏത് വിധത്തിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്നുവോ, അവരിൽ നമ്മുടേതായ എന്തെങ്കിലും സ്വാധീന മേഖല ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നാം ഇവിടെ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞാൻ മറ്റുള്ള ആളുകളിൽ തുടങ്ങാതെ
നമ്മുടെ പേര് തന്നെ ഇതിനകത്തേക്ക് ആദ്യം പറയുകയും അനുജനെ ഇവിടെ അവതരിപ്പിക്കാൻ ക്ഷണിക്കാൻ സിന്ധുവിനോട് പറയുകയും ചെയ്തത് ബോധപൂർവമാണ്. കാരണം നിങ്ങളാരെങ്കിലും പറയരുതല്ലോ. ചെയർമാൻ ഒരു പരിപാടി മുന്നോട്ട് വെച്ചു, നമ്മുടെയൊക്കെ ബന്ധുജനങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. ചെയർമാൻ്റെ ബന്ധുജനങ്ങളെ ഇതുവരെ കൊണ്ടുവന്നില്ല എന്ന് പറയാൻ ഇടവരരുതെന്ന് വെച്ചിട്ടാണ് ആദ്യം തുടക്കം ഞാൻ ജയമോഹനെ ഇവിടെ ബന്ധപ്പെടുത്താൻ തീരുമാനിച്ചത്. ജയമോഹൻ വ്യക്തിപരമായി തൻ്റെ ജീവിത വളർച്ചയെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ച് സംസാരിക്കുകയുണ്ടായി. വീട്ടിൽ പൊതുവിൽ എല്ലാവരും സംസാരിക്കുന്നവരും സംഘടിപ്പിക്കുന്നവരും മുദ്രാവാക്യം വിളിക്കുന്നവരൊക്കെയാണ്. അത് തലമുറകളായുള്ള ഒരു ശീലമാണ്. അതിൻ്റെ ഭാഗമാണ് പുത്തൻ തലമുറയും ആ നിലയിൽ ശീലിച്ചു പോയത്. അപ്പം എനിക്ക് സംശയമായിരുന്നു ജയമോഹൻ ഇവിടെ വന്ന് സംസാരിക്കാൻ എത്ര കണ്ട് പ്രാപ്തനാണ് എന്നുള്ളതിനെക്കുറിച്ച്. നോട്ട് ബാഡ് അല്ലേ, നന്നായി സംസാരിച്ചു. അത് മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഭാഷ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുമ്പോൾ നല്ല നിലയിൽ സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം എൻ്റെ കാര്യം തന്നെ എനിക്ക് അറിയാം. ആദ്യകാലങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ 100-120 കിലോമീറ്റർ വേഗതയിലാണ് എൻ്റെ പ്രസംഗം പോകുന്നത്. ഞാൻ എന്ത് പറയുന്നു എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. അത്ര സ്പീഡായിരുന്നു. പക്ഷെ ആ സ്പീഡിൽ സംസാരിക്കുന്നതിനെയും ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പിൽക്കാലത്താണ് ഞാൻ അറിയുന്നത്. കാരണം അപ്പോൾ എന്നോട് പലരും പറയുമായിരുന്നു, ബാലേന്ദ്രൻ ഒന്ന് നിർത്തി സംസാരിക്കും, ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരൊറ്റ പറച്ചിലാണ്. ഇതേ ആളുകൾ ഞാൻ രാമായണം പറയുന്നത് കേട്ടപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്നോട് അത് ബാലേന്ദ്രൻ ഒരുപാട് ഇഴഞ്ഞു പോകുന്നല്ലോ എന്ന് പറയും. കാരണം ഈ കാലം നമ്മളുണ്ടാക്കിയ മാറ്റമാണ്. അപ്പോൾ സംസാരം തന്നെ നാം ഇങ്ങനെ സംസാരിച്ച് ശീലിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ഡയറക്ടർ ജനറൽ ജയ ശ്രീകുമാർ തന്നെ ആദ്യമൊക്കെ എഴുത്തുകാരിയാണെങ്കിലും സംസാരിക്കാൻ ഭയങ്കര ഭയമായിരുന്നു. ഇപ്പോൾ ജയയുടെ പ്രസംഗം നിർത്തി കിട്ടിയാൽ മതി എന്നാണ് ആളുകൾ കരുതുന്നത് ഇല്ലേ? ജയ എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രസംഗിക്കുന്നുള്ളതിലാണ് എല്ലാ ആളുകളും. ഞാൻ ലീനയുടെ തന്നെ ബോഡി ലാംഗ്വേജ്, ലീന ഇങ്ങനെ ഒരു ഡോള് പോലെ വരികയും വല്ലാതെ ഭയന്ന് നിൽക്കുന്ന ഒരാളായിരുന്നു. ആ ലീന ഇപ്പോൾ എന്ത് മനോഹരമായി സംസാരിക്കുന്നു, എന്ത് കാര്യപ്രാപ്തിയുള്ള ആളായി മാറിയിരിക്കുന്നു. ലീനയുടെ മദറല്ല നമുക്ക് മുമ്പ് ഈ ഭാരതീയ സമാജത്തിലുണ്ടായിരുന്ന ആളാണ്, നമ്മുടെ പ്രിൻസിപ്പലായിരുന്ന ആളാണ്. അപ്പോൾ എന്നോട് ഇപ്പോൾ മരുമകളുടെ മാറ്റത്തെക്കുറിച്ച്, സ്വഭാവ മാറ്റത്തെക്കുറിച്ച് വളരെ താല്പര്യപൂർവ്വമാണ് നമ്മോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. ഇതൊരു ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ള അംഗങ്ങളിൽ ഏതെല്ലാം നിലയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് അറിയാൻ നമുക്ക്, അല്ലേ, കുടുംബാംഗങ്ങളിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ചന്ദ്രമോഹൻ ഇവിടെ സംസാരിച്ചു. ചന്ദ്രമോഹനെ പ്രസംഗം പഠിപ്പിച്ചതിനെ കുറിച്ചാണ് ബിന്ദു പറഞ്ഞത്. ചന്ദ്രമോഹൻ വളരെ മിടുക്കനായി പഠിച്ചു എന്നാണ്. സ്കൂൾ വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുമ്പോൾ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ജയിക്കുന്ന ഒരു വളരെ വലിയ മിടുക്കനായ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ചന്ദ്രമോഹൻ ഡോക്ടറായി കാണണമെന്നായിരുന്നു നമ്മുടെ എല്ലാവരും വീട്ടിലെ ആഗ്രഹം. അപ്പോൾ എൻട്രൻസ് കിട്ടിയില്ല. എൻട്രൻസ് കിട്ടിയില്ല. ജീവിതത്തിൽ ആദ്യത്തെ പരാജയം പുള്ളിയെ ഒരു നെഗറ്റീവ് പേഴ്സണാക്കി മാറ്റി. കാരണം ആദ്യമായി ഒരു പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ ഞാൻ തോറ്റോ, പിന്നീട് എഴുതിയതുമില്ല.
അപ്പം അവിടെ നിന്ന് പിന്നുള്ള തിരിച്ചു വരവാണ്. അങ്ങനെ ഒരു ഞാൻ ചില സമയത്ത് കൈവിട്ടു പോകുമെന്നുള്ള ഭയം പോലും എനിക്കുണ്ടായിരുന്നു ചന്ദ്രമോഹനെ. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഈ അടുത്ത കാലത്ത് ജനശ്രീയുടെ ഒരു മീറ്റിംഗ്, ജില്ലാ കമ്മിറ്റി മീറ്റിങ്ങിന് നോട്ടീസ് കൊടുത്തിരുന്നു. അപ്പോൾ MMSനും BS ബാലേന്ദ്രനും പങ്കെടുക്കുമെന്നാണ് നോട്ടീസ്. അപ്പോൾ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേറെ പുതിയ കുറച്ച് ആളുകൾ വന്നിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ചെന്ന് അവിടെ കയറി ഇരിക്കുമ്പോൾ ഭാരവാഹികൾ, ജില്ലാ ചെയർമാൻ, മറ്റു ഭാരവാഹികൾ മീറ്റിംഗ് തുടങ്ങാമെന്ന്. അപ്പോൾ വന്ന ആളുകൾക്ക് സാറ് വന്നില്ലെന്ന് ചോദിക്കുന്നു. അപ്പോൾ സാറ് വന്നല്ലോ, ചെയർമാൻ സാറ് വന്നല്ലോ. ചന്ദ്രമോഹൻ സാർ, കാരണം അവർ BS ചന്ദ്രമോഹനെ കാണാനാണ് വന്നത്. ആരാ BS ചന്ദ്രമോഹൻ? ഇന്ന് ഏറ്റവും ശ്രദ്ധേയനായ യൂട്യൂബറാണ്. പുള്ളിയുടെ പ്രസംഗം കേൾക്കാൻ ആളുകൾക്ക് എന്തൊരു താല്പര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ബന്ധു മരിച്ചു. അവിടെ ഞങ്ങളെല്ലാവരും കൂടി, ഞാനും MM ചന്ദ്രമോഹൻ ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഒരു കുടുംബം അവിടെ അകത്ത് വന്നിട്ട് ഒരു ലേഡി ഇറങ്ങാൻ സമയത്ത് ഒരു സാർ ചന്ദ്രമോഹൻ സാറല്ലേ? അപ്പോൾ അതെ, അവരുടെ ഒരു സന്തോഷത്തിൽ സിനിമ പ്രേംനസീറിനെ കണ്ടതുപോലെയാണ് അവരുടെ ഒരു മാനസിക. കാരണം എന്തൊരു ഒരു അവര് സാറിൻ്റെ ഇത് കാണാറുണ്ടെന്ന്. എപ്പോഴും ഈ ദുർഗാദാസിനെ കുറിച്ച് പറയാറുണ്ട്. ദുർഗാദാസിനെ കുറിച്ച് സുദർശൻ, എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് സുദർശൻ, പറയാറുണ്ട് മോയ് നിബുവിൻ്റെ വലിയ ഫാനാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരുപാട് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്ന ഒരു പ്രഭാഷകനായി ചന്ദ്രമോഹൻ മാറി എന്നുള്ളത് എന്തെന്നില്ലാത്ത സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് ജീവിതത്തിൽ, ഇല്ലേ? സ്വാഭാവികമായി നമുക്ക് ഒരു ലോട്ടറി എടുക്കുമ്പോഴല്ലേ അത്. പിന്നെ ആളുകൾ ഇത്തരത്തിൽ ഒരു സ്നേഹാദരപൂർവ്വം ചന്ദ്രമോഹനെ വിലയിരുത്തുന്നുള്ളത്. അതുപോലെ ആളുകൾ സ്വയം കൂടുതൽ അധ്വാനിച്ചാൽ, ഷേപ്പ് ചെയ്താൽ ജീവിതത്തിൽ ഏത് വിധത്തിലും മാറാൻ പറ്റുമെന്നുള്ളതിൻ്റെ പല ഉദാഹരണങ്ങളുമുണ്ട്. അപ്പോൾ വ്യക്തിപരം നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾ. കാരണം ഇതിവിടെ നമ്മളെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത് ആജീവനാന്ത പ്രവർത്തന മേഖലയിലാണ്. നമ്മളാരും നാളെ അവസാനിപ്പിച്ച് ഈ പരിപാടി നിർത്തിപ്പോകുന്ന ആളല്ല. സജിത എന്നെ നോക്കണം, ഇനി 55 വയസ്സായോ നിങ്ങൾ നോക്കി നിൽക്കണം. സജിതയ്ക്ക് രക്ഷയില്ല. സജിത 100 വയസ്സ് വരെ ഇവിടെ വർക്ക് ചെയ്ത് മതിയാവും, ഇല്ല സജിത? കാരണം അതാണ് നമ്മുടെ ഒരു ആശ്ലേഷയ്ക്ക് ഒരു രക്ഷയില്ലല്ലോ. ആശ്ലേഷ പണിയെടുത്താൽ ഇല്ലെങ്കിൽ ആശ്ലേഷ വന്നേ മതിയാവും ഇവിടെ. ഇതിപ്പോൾ അധ്യക്ഷയൊക്കെ ആയിട്ടിരിക്കുകയാണ്. കാരണം എന്താ? ഇവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആളായതുകൊണ്ടാണ്. എനിക്ക് മുമ്പ് ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന ആളായതുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തെ ആശ്ലേഷ അധ്യക്ഷ വയ്ക്കുന്നത്. പിന്നെ അതിനുശേഷം വന്ന ആദ്യത്തെ ആളാണ്, അത് കഴിഞ്ഞ് വന്ന ആളാണ് മഞ്ജുശ്രീയുണ്ട്. അതുകൊണ്ടാണ് മഞ്ജുശ്രീയുടെ ഉദ്ഘാടനം ചെയ്തത്. എന്തുകൊണ്ട് ആശ്ലേഷ യോഗത്തിൽ അധ്യക്ഷ വച്ചു എന്ന് കേട്ടാൽ, ഭാരതീയ സമാജത്തിൽ ഇന്നുള്ള C കൃഷ്ണപിള്ള കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ ആശ്ലേഷയാണ്. പിന്നെ ഭാരതീയ സമാജത്തിൻ്റെ പുതിയ കാലഘട്ടത്തിലെ വ്യക്തി, ഒന്നാമത്തെ ആള് BS ഗോപകുമാർ, രണ്ടാമത്തെ ആള് മഞ്ജുശ്രീ ഉണ്ടെന്നാണ്. സ്മിത പഠിക്കാമെന്ന്, സ്മിത പഠിച്ചിട്ട് ആണ് ഇവിടെ വിട്ടുപോകുന്നത്. സ്മിത ഇങ്ങനെ നോക്കണം, ഞാൻ ഇല്ലേന്നാണ്. സ്മിത പഠിക്കാൻ വന്നിരുന്നു. സ്മിത പഠിത്തം കഴിഞ്ഞപ്പോൾ സ്മിത പിറ്റൊന്നും വരുന്നു. സ്മിത പഠിച്ചു പിറ്റൊന്നും വരുന്നു. ഞാൻ അത് വീണ്ടും കാണും, എല്ലാ ദിവസവും കാണും. ഞാൻ കണ്ടു ഇയാളുണ്ട്, അല്ല ഞാൻ പോണില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നു. അത് അങ്ങനെ ഇവിടെ കൂടിയ ആളാണ് സ്മിത. അത് പോട്ടെ, അത് ഞാൻ പറഞ്ഞു വന്നതാ. അങ്ങനെ നമ്മുടെ പ്രവർത്തനം വഴി നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ എത്രയുണ്ട് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നത്. ഇപ്പം മദ്യപിക്കുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. മദ്യപാനികളെ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രധാന വിഷയമല്ലേ.
മദ്യം മനുഷ്യനെ നശിപ്പിക്കുമെന്നുള്ളതിന് സംശയമില്ലല്ലോ. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ അപമാനിതമാകുന്നത്, ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ആളുകളാൽ അവഗണിക്കപ്പെടുന്നത്, ഒരു വ്യക്തിയുടെ റെസ്പെക്റ്റ്, ബഹുമാനം ഒക്കെ നഷ്ടപ്പെട്ട് ഏറ്റവും പുച്ഛിക്കപ്പെടുന്നത് ഒരു വ്യക്തി മദ്യപാനിയായി മാറുമ്പോൾ അല്ലേ? അപ്പോൾ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും മദ്യപാനികളായിട്ടുള്ള മദ്യപിക്കുന്ന ആളോട് മദ്യപിക്കരുത് തന്നെ പറയണം. പോലിക്കുന്ന ആളുകളോട് പോലിച്ചുകൊണ്ടൊരു ഉപയോഗമില്ല എന്നുള്ള കാര്യം പറയണം, ഇല്ലേ? നമ്മൾ മദ്യപാനം പ്രൊമോട്ട് ചെയ്യുന്ന ബോഡിയല്ല. നമ്മളെ വ്യക്തികളെ നല്ല കുടുംബാംഗങ്ങളായി കുടുംബജീവിതം നയിക്കുവാൻ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും പ്രേരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം നാം പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും വ്യക്തി മാറണമെന്നില്ല. പക്ഷെ നാം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമുക്ക് പശ്ചാത്താപം ഉണ്ടാകണ്ട. നാം തന്നെ ചില അവസരങ്ങളിൽ ഇങ്ങനെ പലർക്കും ഇങ്ങനെ സഹായം കൊടുക്കുമായിരുന്നു, ചോദിച്ചാൽ സഹായം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് മദ്യപാനികൾക്ക് പൈസ കൊടുക്കുന്ന പ്രശ്നമില്ല. മദ്യപാനികൾക്ക് ഒരു കാരണവശാലും ഒരു പൈസയും കൊടുക്കില്ല തീരുമാനിച്ചിട്ടുണ്ട്. കൊടുക്കണോ? മദ്യപാനികളുമായിട്ട് ഒരു ഇടപാടും ഇല്ലാതെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ജീവിതത്തിൻ്റെ സന്ദേശമാണ്. അപ്പോൾ ആ നിലയിലുള്ള കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ പരസ്പരം അറിയുവാനും നമുക്ക് മുന്നോട്ട് പോകുവാനും കഴിയുന്ന ഒരു പ്രവർത്തന രീതി രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ് ഭാരതീയ സമാജിക BSS ബന്ധുജന ശബ്ദം എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്നത്തെ പരിപാടിയിൽ ജയമോഹൻ പങ്കെടുത്തു. വളരെ സന്തോഷം. ഇതിവിടെ സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുവാൻ എനിക്കേറെ താല്പര്യമുണ്ട്. ഇന്ന് ജയമോഹൻ വന്നതിനൊരു ആദരവ് ശ്രീമതി മഞ്ജു ശ്രീകണ്ഠനും ആശുഷയും കൂടെ ചേർന്ന് നൽകുന്നതാണ്, ഇല്ലേ? അവർ രണ്ടും കൂടി ചേർന്ന് നൽകുന്നതാണ്. ഇതുപോലെ നമ്മുടെ എല്ലാ ബന്ധുജനങ്ങൾക്കും ഇവിടെ വരുമ്പോൾ അവർക്ക് ആദരവ് നൽകുകയും ആ ആദരവ് വീടുകളിൽ കൊണ്ട് അവർക്ക് വയ്ക്കാനും കഴിയുന്ന ഒന്നായി മാറുകയും ചെയ്യും. നമസ്കാരം. നമ്മുടെ വിശിഷ്ട വ്യക്തിക്ക് BSSന്റെ സ്നേഹോപകാരം നൽകാൻ ബഹുമാനപ്പെട്ട മഞ്ജു ടീച്ചറിനെയും ഐശ്വനിസ ടീച്ചറിനെയും ക്ഷണിക്കുന്നു. വാങ്ങുവാനായിട്ട് ജയമോഹൻ സാറിനെ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പറയാനായിട്ട് ശ്രീമതി ശ്രീലതയെ ക്ഷണിക്കുന്നു. നമസ്കാരം. BSSന്റെ ഭാരത് സേവക് സമാജ് ബന്ധുജന ശബ്ദം എന്ന പ്രോഗ്രാമിൻ്റെ ഇന്ന് പങ്കെടുത്ത വ്യക്തികൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഞാൻ ചെയർമാൻ ബാലേന്ദ്ര സാറിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് പങ്കെടുത്ത നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തി BS ജയമോഹൻ സാറിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഡയറക്ടർ മഞ്ജു മാഡം, ജോയിൻറ്റ് സെക്രട്ടറി സിന്ധു മാഡം, അധ്യക്ഷത വഹിച്ച ഐശ്വന്യ ടീച്ചർ, ഇവിടെ സംസാരിച്ച ചന്ദ്രമോഹൻ സാറ്, വിനോദേട്ടൻ, അവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും.